ഇനി നമുക്ക് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ പൈനാപ്പിൾ നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇതാ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും അതുപോലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കണം. പൈനാപ്പിൾ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ല പഴുത്ത പൈനാപ്പിളൊക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഇതാ പൈനാപ്പിൾ ഇവിടെ നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് ഉടച്ചെടുക്കണം. ഉടഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. മുഴുവനായിട്ടങ്ങ് ഉടച്ച് പേസ്റ്റ് പോലെ ആക്കണ്ട. ചെറിയ ചെറിയ പീസസ് ഇതുപോലെ കടിക്കാൻ കിട്ടുന്നതും നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഇതാ നമ്മുടെ പൈനാപ്പിൾ പീസസ് ഒക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അല്പനേരത്തേക്ക് ഇതോടെ മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ 1/2 കപ്പ് അളവിൽ ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ കടുവാണ്. പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. ഒത്തിരി പേസ്റ്റായിട്ടൊന്നും അരച്ചെടുക്കണമെന്നില്ല, അല്പം തരിതരിപ്പായിട്ട് അരച്ചെടുത്താലും മതി. ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഇതാ ഞാനിതൊരു ബോളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ അരപ്പ് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഉണ്ടല്ലോ അതിലോട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് 1-2 മിനിറ്റ് നേരത്തേക്ക് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തൈര് ഒന്ന് തയ്യാറാക്കിയെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. മിക്സിയിലിട്ടിട്ടൊന്നും അടിച്ചെടുക്കരുത്, അപ്പോൾ വല്ലാതെ വെള്ളം പോലെയായി പോകും. ഇതുപോലെ കുറച്ച് കട്ടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ സ്പൂൺ യൂസ് ചെയ്തിട്ട് തന്നെ ഉടച്ചെടുത്താൽ മതി. അങ്ങനെ ഇതാ കണ്ടല്ലോ, അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത്ര കട്ടിയിൽ വേണം, എങ്കിൽ മാത്രമേ പച്ചടി നല്ല സ്വാദ് ഉണ്ടാവുള്ളൂ, നല്ലൊരു പെർഫെക്റ്റ് ടെക്സ്ചറിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ കണ്ടല്ലോ, ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിളിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിതാ പൈനാപ്പിൾ 1-2 മിനിറ്റ് നേരത്തേക്ക് തിളപ്പിച്ചതിന് ശേഷം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ ചൂട് അല്പം ഒന്ന് മാറിയിട്ട് വേണം നമുക്കിതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിതിലോട്ട് ഇതാ തൈര് ചേർത്ത് കൊടുക്കുകയാണ്. തൈര് ചേർത്തതിന് ശേഷം ഒന്നുകൂടി എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ഉപ്പ് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വീണ്ടും മിക്സ് ചെയ്തെടുക്കണം. ഇതാ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഇതൊന്ന് വറുത്തിട്ടാൽ മാത്രം മതി. അതിനായിട്ട് വെളിച്ചെണ്ണ അല്പം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തിടണം, എങ്കിൽ മാത്രമേ നല്ല സ്വാദ് ഉണ്ടാവുള്ളൂ, നല്ല നാടൻ രുചി കിട്ടുള്ളൂ. ഞാനിവിടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അല്പം കടുക് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നമ്മുടെ പച്ചടിയിലോട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. നല്ല സ്വാദോട് കൂടിയിട്ടുള്ള പൈനാപ്പിൾ പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ഈസിയല്ലേ തയ്യാറാക്കാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ.